ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് എൻ്റെ കുറുമ്പിക്കുട്ടി പൊടിമോളുടെ ഓരോ കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു കലത്തിൽ ഇംലി പുളിമിഠായിയാണ്. പിന്നെ ഈ ഒരു ചട്ടിയിൽ ഇതുപോലുള്ള ഒരു ജെല്ല് പോലത്തെ ഒരു മിഠായി ഉണ്ട്. എനിക്കതിൻ്റെ പേരറിയണില്ല. അപ്പം മറ്റൊരു ചട്ടിയിൽ ഇതുപോലെ ഒരു മിഠായി ഉണ്ട്. ഇതൊക്കെ ഒന്നിൻ്റെ പേരെനിക്കറിയില്ല. അവളടുത്ത് ചോദിച്ചാൽ അവൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇത് ഒരു അടുപ്പാണ്. പിന്നെ ഇത് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്. പിന്നെ ഈ ഒരു കുഞ്ഞ് പത്തിരിച്ചട്ടി ഉണ്ട്. പത്തിരിച്ചട്ടിയിലാണ് വത്തയ്ക്ക മുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓരോന്നൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് ദാഹിക്കല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നത് നമ്മുടെ ഈ തണ്ണിമത്തനാണ്. ഇപ്പോൾ നല്ല ചൂടുള്ള ടൈമാണ്, ഉച്ച സമയമാണ്. എനിക്കിപ്പോൾ ഇതാണ് കഴിക്കാൻ തോന്നുന്നത്. ഇതാവുമ്പോൾ വിശപ്പും തീരും, ദാഹവും തീരും. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൗതുകം തോന്നുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളന്ന് ചിരട്ടയും പ്ലാവില കുത്തിയിട്ടൊക്കെ ഇതുപോലുള്ള ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു കളിച്ചിരുന്നത്. ഇന്ന് കുട്ടികൾക്ക് മാത്രമായിട്ട് എവിടെ ചെന്നാലും ടോയ് ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഏത് കളിപ്പാട്ടം വേണമെങ്കിലും കടകളിൽ ചെന്നാൽ കിട്ടും. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും വേണ്ട. അവർക്കിന്ന് വേണ്ടത് മൊബൈലാണ്. ആ മൊബൈൽ വെച്ച് കൊടുത്താൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ മൊബൈലും കൊണ്ടിരുന്നു. ഇതിനൊക്കെ ഉത്തരവാദി ആരാ? നമ്മൾ തന്നെ. നമ്മളെ മുതിർന്നവർ എന്ത് ചെയ്യുന്നു അതൊക്കെ കണ്ടിട്ടല്ലേ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെ കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റുക? എല്ലാറ്റിനും ഉത്തരവാദി നമ്മൾ തന്നെയാണ്.